ഇന്ന് ഭൂമിയിലുള്ള മറ്റ് ഏതൊരു ജീവിയേക്കാളും മാനസിക വളർച്ച മനുഷ്യനുണ്ട്. അസാമാന്യ ബുദ്ധിശക്തി കൊണ്ട് തങ്ങളെക്കാൾ ഇരട്ടി വലുപ്പവും ശക്തിയുമുള്ള മൃഗങ്ങളെ വരെ അടക്കി നിർത്തി ജീവിക്കുന്നവനാണ് മനുഷ്യൻ. ഭൂമിക്ക് പുറത്ത് ശൂന്യാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഈ ലോകം ഭരിക്കുന്ന മനുഷ്യർ പ്രകൃതിയിലും ജീവികളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദിവസം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാലോ? അങ്ങനെ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? എന്തൊക്കെ സംഭവിക്കും? മനുഷ്യൻ ഇല്ലാതായാൽ ഉടനെ വൈദ്യുതി നിലയങ്ങൾ നിശ്ചലമാകും. അങ്ങനെ രാത്രികൾ ഭൂമിയുടെ 90% ഇരുട്ടിലാകും. കുറച്ചു നാളുകൾക്കുള്ളിൽ സോളാർ ലൈറ്റുകൾ പ്രവർത്തിക്കും. എന്നാൽ പൊടികൊണ്ട് മൂടുന്നതോടെ അതിൻ്റെ പ്രവർത്തനവും നിലയ്ക്കും. അങ്ങനെ 100% രാത്രികൾ ഇരുട്ടിലാകും. ദിവസങ്ങൾക്കുള്ളിൽ മനുഷ്യൻ കൂട്ടിലിട്ടു വളർത്തിയിരുന്ന ജീവികൾ ആഹാരം ലഭിക്കാതെ മരിച്ചു വീഴും. ഇതിൽ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ മുതൽ മൃഗശാലയിലെ വന്യമൃഗങ്ങൾ വരെ ഉൾപ്പെടും. അതോടൊപ്പം നിലനിൽപ്പിനു വേണ്ടി വലിയ ജീവികൾ ചെറിയ ജീവികളെ ആഹാരമാക്കും. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മനുഷ്യർ ഭംഗിയോടെ സൂക്ഷിച്ച പാർക്കുകളും വീടിൻ്റെ പരിസരവും മറ്റും പുല്ലുകളും ചെടികളും കൊണ്ട് നിറയും. ക്രമേണ എല്ലായിടവും കാട് പിടിക്കും. മനുഷ്യൻ്റെ അഭാവത്തിൽ കാട്ടിലെ മൃഗങ്ങൾ ഇര തേടി നാട്ടിലേക്കിറങ്ങും. മനുഷ്യൻ വളർത്തിയിരുന്ന കന്നുകാലികളെയും മറ്റു ജീവികളെയും ഇവ ഭക്ഷണമാക്കും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയോടടുത്തുള്ള സാറ്റലൈറ്റുകൾ താഴേക്ക് പതിക്കുകയും അന്തരീക്ഷത്തിൽ വെച്ച് കത്തി നശിക്കുകയും ചെയ്യും. മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ തുരുമ്പെടുക്കാനും കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിയാനും തുടങ്ങും. ഈ കാലയളവിൽ വാഹനങ്ങളുടെയും ഫാക്ടറികളുടെയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറഞ്ഞ് പ്രകൃതി സന്തുലിതാവസ്ഥയിലോട്ട് മാറിത്തുടങ്ങിയിട്ടുണ്ടാകും. പല നഗരങ്ങളും വനങ്ങളായി മാറിയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും വലിയ ഒരു പ്രശ്നമുണ്ട്. പല രാജ്യങ്ങളിലുമായുള്ള 440ഓളം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ. പല മോഡേൺ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും മനുഷ്യൻ്റെ അഭാവത്തിൽ ഓട്ടോമാറ്റിക്കായി ഷട്ട് ഡൗൺ ആകുകയോ സേഫ് മോഡിലേക്ക് മാറുകയോ ചെയ്യും. പക്ഷേ കാലക്രമേണ പല കാരണങ്ങൾ കൊണ്ടും അതും പൊട്ടിത്തെറിക്കും. അങ്ങനെ ഉണ്ടായാൽ ആ സ്ഫോടനത്തിൽ പല ജീവികൾ മരിക്കുമെങ്കിലും റേഡിയേഷൻ കാരണം ദശലക്ഷക്കണക്കിന് ജീവികൾക്ക് ക്യാൻസർ ഉണ്ടായേക്കാം. അതുകൂടാതെ മരങ്ങളിലും ചെടികളിലും ഉൾപ്പെടെ പല തലമുറയോളം ജനിതക മാറ്റങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. മനുഷ്യൻ ഇല്ലാതെ ആയിട്ട് 100ഓളം വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ദുബായ്, ലാസ് വേഗാസ് തുടങ്ങിയ മരുഭൂമിയിലുണ്ടാക്കിയ നഗരങ്ങൾ വലിയൊരു മണൽ കൂമ്പാരങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിനിടയിൽ പല ഡാമുകളും പൊട്ടി നദികൾ സ്വതന്ത്രമായി ഒഴുകാൻ തുടങ്ങും. 300ഓളം വർഷങ്ങൾ കൊണ്ട് ആവശ്യത്തിനും മെയിൻ്റെനൻസ് ലഭിക്കാതെ മെറ്റൽസ് കൊണ്ടോ സ്റ്റീല് കൊണ്ടോ ഉണ്ടാക്കിയ നിർമ്മിതികളെല്ലാം തകർന്നു വീഴും. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ കാലക്രമേണ അതും ഇല്ലാതാകും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചു എന്നതിന് ഒരു തെളിവും അവശേഷിക്കില്ല. മനുഷ്യൻ അവൻ്റെ സൗകര്യത്തിനു വേണ്ടി പ്രകൃതിയിൽ എന്തൊക്കെ ചെയ്താലും ഒന്നും അതേപടി നിലനിൽക്കില്ല. മാറ്റം പ്രകൃതിയുടെ മുഖമുദ്രയാണ്.